നമ്മൾ പലരും പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. സംസാരിച്ചും ചിന്തിച്ചും ഒക്കെ. ഇത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ ഏതൊരു സബർബിലാണെങ്കിലും നമ്മൾ എപ്പോഴാണ് ബെസ്റ്റ് ടൈം അവിടെ വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ ബെസ്റ്റ് ആയിരിക്കും. എപ്പോഴാണ് നമ്മൾ അവിടുന്ന് പ്രോപ്പർട്ടി എക്സിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെല്ല് ചെയ്തിട്ട് മൂവ് ഔട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് അവിടെയുള്ള പ്രോപ്പർട്ടി ഇപ്പോൾ വാങ്ങാൻ അഫോർഡബിൾ ആവില്ല എന്നുള്ളൊരു സ്റ്റേജിൽ വരുമ്പോഴാണ് ദാറ്റ് മീൻസ് പ്രോപ്പർട്ടി മാർക്കറ്റ് ഹാസ് ഗ്രോൺ വേ മച്ച്. ആ ഒരു സ്റ്റേജിൽ വരുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് എക്സിറ്റ് ആവുന്നതിൽ തെറ്റില്ല. ഈ അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഞാൻ വളരെ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു ഫാക്ടറാണ്. ഞാൻ എപ്പോഴും പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ നേരത്ത് ആ സബർബിൻ്റെ ഒരു അഫോർഡബിലിറ്റി നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം. എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ജോബ് മാർക്കറ്റ് വെച്ചിട്ട് അവിടുത്തെ ആൾക്കാരുടെ ഇൻകം വെച്ചിട്ട് അവർക്ക് ഇപ്പോൾ പ്രോപ്പർട്ടി അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് കഴിഞ്ഞ ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് പ്രോപ്പർട്ടി പ്രൈസസ് ഹാസ് ഗ്രോൺ വേ മച്ച്. അപ്പം ആ ഒരു സ്റ്റേജിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഇപ്പം നമുക്കവിടെ പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൈസ് ഗ്രോത്തിന് പോസിബിലിറ്റി കുറച്ച് നാളത്തേക്ക് വളരെ കുറവാണ്. അപ്പം അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി റീഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയായിരിക്കണം പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്.